ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ വെസ്റ്റേൺ ചൈനയിലെ ഒരു മലമുകളിലെ ശ്മശാനത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു ഫ്യൂണറലിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തുകൂടി. അവർ അവിടെ ഉണ്ടായിരുന്ന 10 കണ്ടെയ്നറുകളിൽ ചുട്ടുപഴുത്ത കല്ലുകൾ വെച്ച് അതിനു മുകളിൽ കുറച്ച് ഇലകൾ നിരത്തിവെച്ചു. ആ ഇലകൾ കത്തി തുടങ്ങിയപ്പോൾ ആ അടഞ്ഞു മൂടിയ സ്ഥലം മുഴുവൻ അതിൻ്റെ പുക കൊണ്ട് നിറഞ്ഞു. ആ പുക ശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നതായി അവർ മനസ്സിലാക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം കുറച്ച് ഗവേഷകർ ആ കരിഞ്ഞ ചെടിയുടെ അംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അത് ഇന്നും കോടിക്കണക്കിന് ആളുകൾ അതേപോലെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണത് എന്ന് മനസ്സിലാക്കിയത്. കാനബീസ്, വീഡ്, പോട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കഞ്ചാവായിരുന്നു ആ ചെടി. പക്ഷെ എങ്ങനെയാണ് ഈ ചെടി ആദ്യം ഉണ്ടായത്? എപ്പോഴാണ് ആദ്യമായി മനുഷ്യർ ഇത് കൃഷി ചെയ്ത് തുടങ്ങിയത്? എങ്ങനെയാണ് ഇത് മനുഷ്യർക്ക് ലഹരി തരുന്നത്? ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയ സൂര്യപ്രകാശത്തിൽ നിന്നും അണുക്കളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ കഴിവുള്ള മനുഷ്യ മനസ്സിനെ മറ്റു പല തലങ്ങളിലേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ അത്ഭുത സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കഞ്ചാവിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 2 ഫോസിൽ പ്രിന്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത്രയും റെയറാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ DNA മാർക്കേഴ്സിൻ്റെയും ഫോസിൽ പോളൻ്റെയും പഠനങ്ങളിൽ നിന്ന് 28 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ടിബറ്റൻ പ്ലേറ്റ്യൂവിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഇത് അതിൻ്റെ സിസ്റ്റർ ജീനസ് ആയിട്ടുള്ള ഹ്യൂമുലസിൽ നിന്ന് വേർതിരിയുന്നത്. ഈ ഹ്യൂമുലസിൽ തന്നെയാണ് ഹോപ്സ് എന്നറിയപ്പെടുന്ന ബിയറുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ സ്പീഷീസും ഉള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ടിബറ്റൻ പ്ലേറ്റ്യൂവിൻ്റെ ഫോർമേഷനാണ് ഈ ചെടിയുടെ തന്നെ ഉത്ഭവത്തിന് പിന്നിലെന്ന് പറയാം. ഓവറായിട്ടുള്ള മരങ്ങളില്ലാത്ത സ്റ്റെപ്പ് എൻവയോൺമെൻറ്റിലാണ് കാനബീസ് അല്ലെങ്കിൽ കഞ്ചാവ് തഴച്ചു വളരുന്നത്. 35 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഏഷ്യയുമായി കൂട്ടിയിടിച്ച് ടിബറ്റൻ പ്ലേറ്റ് ഉണ്ടായപ്പോൾ ഇതുപോലെയുള്ള സ്റ്റെപ്പ് എൻവയോൺമെൻറ്റുകൾ അവിടെ ധാരാളമായി രൂപീകരിക്കപ്പെട്ടു. ഇതാണ് കഞ്ചാവിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ നോക്കിയാൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് നമുക്ക് കഞ്ചാവ് തന്നതെന്ന് പറയാം. ടിബറ്റൻ പ്ലേറ്റുകൾ ഉത്ഭവിച്ചതിന് ശേഷം ഈ ചെടി പതിയെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വ്യാപിച്ചു. അങ്ങനെയാണ് ഫോസിൽ എവിഡൻസുകളിൽ ആദ്യത്തേത് യൂറോപ്പിൽ നിന്നും രണ്ടാമത്തേത് കിഴക്കൻ ചൈനയിൽ നിന്നും കിട്ടിയത്. ഏതാണ്ട് 10 ലക്ഷം വർഷങ്ങൾ കൂടി കഴിഞ്ഞ് മനുഷ്യർ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ കഞ്ചാവ് യുറേഷ്യയുടെ ഒരു ഭാഗമായി തീർന്നിരുന്നു. പക്ഷേ ഇത് ഇന്ന് നമ്മൾ കാണുന്ന കഞ്ചാവ് ആയിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന കഞ്ചാവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഡൊമസ്റ്റിക്കേഷനിൽ കൂടി മനുഷ്യൻ കൃഷി ചെയ്ത് പല രീതിയിൽ രൂപമാറ്റം വന്ന് കണ്ടവയാണ്. ഇന്ന് കാടുകളിൽ നമുക്ക് കഞ്ചാവ് കാണാൻ സാധിക്കുമെങ്കിലും അതൊക്കെ തന്നെ എപ്പോഴും മനുഷ്യന്റെ കൃഷിയിടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവയാണ്. ഇൻഫാക്ട് ഈ കൃഷിയിടങ്ങൾ മനുഷ്യന്റെ പിടിയിൽ നിന്നും അത് പുറത്തിറങ്ങി മറ്റ് കാടുകളിൽ വൈൽഡിൽ പോയി തഴച്ചു വളരാനുള്ള ഇതിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ഇതിന് വീഡ് എന്ന പേര് കൊടുക്കുന്നത്. അതുപോലെ പല കൾച്ചറിലും ഇതിൻ്റെ ഉപയോഗം എന്തോ തെറ്റായിട്ടുള്ള ഒന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു, ഒരു ടാബു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃഷി പലപ്പോഴും രഹസ്യമായിട്ടായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സാമ്പിൾസ് റീകളക്ട് ചെയ്യാനും ഡൊമസ്റ്റിക്കേഷൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. മനുഷ്യർ ഇതിൻ്റെ സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസിന് വേണ്ടി മാത്രമല്ല കഞ്ചാവ് കൃഷി ചെയ്തിരുന്നത്. ഇതിൻ്റെ ചില ടൈപ്സ് ഹെം ഫൈബേഴ്സിനും ഓയിലുകൾക്കും വേണ്ടി കൃഷി ചെയ്തിരുന്നു. ഒരു സമയത്ത് എത്ര തരം കഞ്ചാവിൻ്റെ സ്പീഷീസ് ഉണ്ടെന്ന് പോലും ടാക്സോണമിസ്റ്റുകൾക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് കാനബിസ് സറ്റൈവ എന്ന ഒരൊറ്റ സ്പീഷീസേ ഉള്ളൂ എന്നാണ്. അതിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. പക്ഷേ ഈയിടത്ത് ജീനോം സീക്വൻസിങ് എന്ന പുതിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഗവേഷകർ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു. 110 ചെടികളുടെ ജീനോംസ് കമ്പയർ ചെയ്ത് ഒരു ഡൊമസ്റ്റിക്കേഷൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്തെടുത്തപ്പോൾ കൃഷി തുടങ്ങിയ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് പിൻ പോയിന്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അത് ഇന്നത്തെ ചൈനയിൽ 12,000 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. അതായത് മനുഷ്യൻ കൃഷി ചെയ്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ, അഗ്രികൾച്ചറൽ റവല്യൂഷന്റെ ഉദയത്തിൽ തന്നെ, ഗോതമ്പിനും ചോളത്തിനും കിഴങ്ങിനും മുൻപ് മനുഷ്യൻ കഞ്ചാവ് കൃഷി ചെയ്തിരുന്നു. മനുഷ്യൻ ആദ്യമായി ലഹരിക്ക് വേണ്ടി കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ തെളിവ് 2500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ ആ മലമുകളിലെ ശ്മശാനത്തിൽ നിന്നാണ്. അത് ഗവേഷകർ കണ്ടെടുക്കുന്നത് 2019-ലാണ്. അതുപോലെ ഇന്ത്യയിലെ പഴയ ചില രേഖകളിൽ നിന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിച്ചിരുന്നതായി മനസ്സിലായി. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഇത് ആഫ്രിക്കയിലേക്കും 16-ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ അമേരിക്കയിലേക്കും എത്തിപ്പെട്ടു. ഇനി എന്തുകൊണ്ടാണ് ഇത് നമ്മളെ ഹൈ ആക്കുന്ന ആ ഒരു കിക്ക് കിട്ടുന്നത്? എന്തുകൊണ്ടാണ്? അത് ബയോകെമിസ്ട്രിയിലെ ഒരു മിസ്റ്റേക്ക് ആണോ അതോ ഒരു അഡാപ്റ്റീവ് എവല്യൂഷണറി സ്ട്രാറ്റജിയാണ്? കഞ്ചാവിൻ്റെ സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസിന് കാരണമായിട്ടുള്ള പ്രൈമറി മോളിക്യൂൾസ് എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രോ കനാബിനോൾ ആണ്, അല്ലെങ്കിൽ THC ആണ്. അത് കാനബീസിലെ അനേക മോളിക്യൂൾസുകളിൽ ഒന്ന് മാത്രമാണ്.
അതുകൊണ്ടാണ് ഇതിനെ ദ പ്ലാന്റ് ഓഫ് 1001 മോളിക്യൂൾസ് അല്ലെങ്കിൽ 1001 തന്മാത്രകളുടെ ചെടി എന്ന് വിളിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് അതിലെ ചില തന്മാത്രകൾക്ക് മൈക്രോബിൽ, ആൻറ്റി മൈക്രോബിൽ, അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്നാണ്. അതാണ് അവയെ അതിൻ്റെ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. മറ്റു ചില മോളിക്യൂൾസ് ആവട്ടെ ഒരു നാച്ചുറൽ സൺസ്ക്രീൻ ആയിട്ട് പ്രവർത്തിച്ച് ഉയർന്ന ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിലുള്ള സൂര്യൻ്റെ ഡേഞ്ചറസ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നു. ഏതായാലും ഈ THC പോലെയുള്ള മോളിക്യൂളുകൾക്ക് നമ്മുടെ ശരീരത്തിലെ ചില സ്പെസിഫിക് റിസപ്റ്ററുകളുമായി ബൈൻഡ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ഷേപ്പാണുള്ളത്. ആ സിസ്റ്റമാണ് എൻഡോകനാബിനോയിഡ് സിസ്റ്റം. ഏതാണ്ട് എല്ലാ ജീവികൾക്കും കാണപ്പെടുന്ന ഒരു ഏൻഷ്യൻ സെൽ സിഗ്നലിംഗ് നെറ്റ്വർക്കാണിത്. ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോകനാബിനോയിഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ക്ലാസ് മോളിക്യൂളാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിൽ ഒരുപാടെണ്ണം കഞ്ചാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. വിശപ്പ്, ക്ഷീണം, മൂഡ്, ലേണിംഗ് ആൻഡ് മെമ്മറി, മെറ്റബോളിസം പോലെയുള്ള പല ബയോളജിക്കൽ ഫങ്ഷൻസും ഇവയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് കഞ്ചാവ് പോലെയുള്ള ചെടികൾ ഇൻഡിപെൻഡൻ്റ്ലി ഇവോൾവ് ആവുന്നതിന് മുൻപ് തന്നെ ജീവികൾ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കനാബിനോയിഡ് മോളിക്യൂൾസ് ഉപയോഗിച്ചിരുന്നു. ഈ കഞ്ചാവിൻ്റെ THC പോലെയുള്ള മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന കനാബിനോയിഡ്സുമായിട്ട് സിമിലർ ആണ്. അത് ഈ റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നവർക്ക് ഈ പറയുന്ന കിക്ക് അല്ലെങ്കിൽ ഹൈ കിട്ടുന്നത്. ഈ മോളിക്യൂൾസ് ആ ചെടിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ മറ്റ് ജീവികൾ ഈ ചെടി കഴിക്കാനായിട്ട് വരുമ്പോൾ വല്ലാത്തൊരു ചൊവ്വ പോലെയുള്ള ടേസ്റ്റ്, വൃത്തികെട്ട ഒരു ടേസ്റ്റ്, അതുപോലെ തന്നെ അവർക്ക് ഡിസോറിയൻറ്റേഷനും ഒക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ജീവികൾ ഇത് കഴിക്കാൻ കൂട്ടാകത്തില്ല. അങ്ങനെ കൂടുതൽ കാലം ഈ കഞ്ചാവ് ചെടിക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ഡിഫെൻസീവ് റോൾസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കഞ്ചാവ് ചെടിയിൽ ഈ മോളിക്യൂൾസ് ഉള്ളതെങ്കിലും മനുഷ്യർ അത് അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിയത്. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു ചെടിയിൽ നിന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ചെടിയിലേക്ക് അത് ആർട്ടിഫിഷ്യൽ സെലക്ഷനിലൂടെയും മറ്റും മാറി വന്നു. ഇതിൻ്റെ ഈ എൻഡോകനാബിനോയിഡ് സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാനുള്ള ആ കഴിവ് കാരണം പല പണ്ടത്തെ കൾച്ചറുകളിലും ഇതൊരു ഫേവറേറ്റ് ആയിട്ട് മാറി. നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ PG ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന പോലെ ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല. മാത്രമല്ല എൻ്റെ ക്യാമറയും നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെ അറിയാത്ത കുറച്ചധികം ആൾക്കാർ എന്നോട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും പറഞ്ഞു നിങ്ങൾ നിർത്തണ്ട, ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ചാനൽ നിർത്തുന്നില്ല. നമ്മൾ വീക്ക്ലി വൺസ് വീഡിയോ ഒന്നും ഇട്ടില്ലെങ്കിലും മന്ത്ലി ട്വൈസ്, മാസത്തിലൊരു 2 തവണ 2 ആഴ്ച കൂടെ പോയ വീഡിയോസ് നമ്മൾ ഇനിയും എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരാം. കീപ് സപ്പോർട്ടിങ്, സ്റ്റേ ക്യൂരിയസ്.